നല്ല മൂവിയാണ്, വളരെ നല്ലൊരു മൂവിയാണ്. മദ്യത്തിൻ്റെ ഇത് പോകുന്ന കുടുംബങ്ങൾക്ക് ഉള്ളൊരു താക്കീതും കൂടിയാണ്. കണ്ടിരിക്കേണ്ട പടമാണ്. വെരി ഗുഡ്. പോരെ സൂപ്പർ പടം. കുടുംബത്തോടുകൂടി വന്നിരുന്നതിനെ കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. കുടുംബകഥയാണത്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള കരുതലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്തു പോകുന്നതായ പല കാര്യങ്ങളും നമ്മുടെ വീടുകളിലെ വീഴ്ചകളും താഴ്ചയും അവർ കണ്ടെത്തി പിടിച്ച് അതിനെ സ്ത്രീകളെയും കുട്ടികളെയും കുടുംബത്തോടെ കൊണ്ടുപോയിട്ട് ചെയ്യണ ഓരോ അക്രമങ്ങളും കാര്യങ്ങളാണ്, മയക്കുമരുന്നിനും ബുദ്ധിമുട്ടുകളാണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് നല്ലൊരു സിനിമയാണ്, എല്ലാവരും കാണണം. കുടുംബത്തോടെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു അടിപൊളി പടമാണ്. ഇതിലെ കഥയും വളരെ നന്നായിട്ടുണ്ട്, ഇതിലെ പാട്ടും നന്നായിട്ടുണ്ട്. നമുക്ക് കുടുംബത്തോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല സിനിമയായിരുന്നു കേട്ടോ. അതായത് അവസാനം വരെയും എന്താ സംഭവിക്കാന്ന് പലതും നമ്മൾ പ്രതീക്ഷിച്ചു, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മൾ നല്ലൊരു രീതിയിൽ അവസാനിച്ചു. നല്ല രീതിയിൽ ആകാംക്ഷയായിരുന്നു ഓരോ ഭാഗം കാണുമ്പോഴും ഇനി എന്ത് സംഭവിക്കുക, എന്ത് സംഭവിക്കുക, അതായത് നോക്കി തന്നെ നമ്മൾ ഫിലിമിൽ തന്നെ ശ്രദ്ധ കൊടുക്കും. നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. എൻ്റെ സ്റ്റുഡൻ്റ് അങ്ങനെ ഒരു സിനിമ ഇറക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. സിനിമയായിരുന്നു, നല്ലൊരു സിനിമയാണ്, നല്ലൊരു കുടുംബകഥയാണ്. എല്ലാവരും വന്ന് കാണേണ്ട ഒരു പടമാണ്. കുടുംബസമേതം വന്ന് കാണേണ്ട ഒരു പടമാണ്. ഇഷ്ടമായ പടം. നമസ്കാരം. എങ്ങനെയുണ്ട് സിനിമ കണ്ടിട്ട്? പടത്തിനെ കുറിച്ച് പറയാനില്ലല്ലോ. പുതുമുഖങ്ങൾ തകർത്ത് വാരിന്ന് തന്നെ പറയാം. എന്തായാലും നല്ലൊരു ചിത്രം വീണ്ടും ഈ ഒരു തിയേറ്ററിൽ വന്ന് കാണാൻ എനിക്ക് സാധിച്ചു. ഞാൻ ആദ്യം ഒരു ഷോ കണ്ടതാണ്, പിന്നെ എങ്ങനെ ഉണ്ടാവും മാളിലൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് പരിചയമുള്ള കുറച്ച് പേര് ഉണ്ടായിരുന്നതിൽ. പക്ഷെ നല്ല റെസ്പോൺസാണ്. ഈ മാളുകളിൽ പോലും നല്ല ആളുകൾ, പ്രേക്ഷകരുടെ ഒരു കയ്യടിയും ബഹളവും ആ സപ്പോർട്ട്, അതാണ് പുതുമുഖങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അത് തീർച്ചയായിട്ടും പുതുമുഖങ്ങൾക്കുള്ള അവസരം കൊടുക്കാനുള്ള ഈ ഒരു പ്രൊഡ്യൂസറായാലും ഡയറക്ടറായാലും അവർക്ക് തന്നെ ആദ്യം തന്നെ ഒരു കയ്യടി തന്നെ കൊടുക്കണം. കാരണം ഒരുപാട് ആളുകൾ ഇതേപോലെ അവസരം കിട്ടാതെ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ അവസരം കൊടുക്കുന്ന ഒരു ചിത്രം, ഇതേപോലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇനിയും മലയാളത്തിൽ ഇറങ്ങണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ ഇതിലൊരു കേന്ദ്ര കഥാപാത്രം ചെയ്തിരിക്കുന്ന ഒരു തമിഴ്, അദ്ദേഹത്തിന് വടിവേൽ ചിത്രരംഗൻ, അങ്ങനെ എന്തോ ശരിക്കും പേര് എനിക്കറിയാം. എന്നാൽ പോലും അദ്ദേഹം വളരെ മികച്ചൊരു അഭിനയമാണ് കാഴ്ചവെച്ചേക്കുന്നത്. അതേപോലെ നായിക ക്രിസ്റ്റി, അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നായകൻ നമ്മുടെ മനു കുമ്പാരി, നമ്മളെല്ലാവരും കോമഡി ഉത്സവത്തിലൂടെ ഒരുപാട് കോമഡി പരിപാടികളിൽ കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ മികച്ചൊരു കഥാപാത്രം അദ്ദേഹത്തിന് ഈ ഒരു ടീം നൽകിയേക്കുന്നത്, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വിഷയം, നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിലോ നമ്മൾ കേട്ടുകേൾവിയുള്ള ഒരു വിഷയം, അത് വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. ഒരു സിനിമ എന്നുള്ള രീതിയിൽ അത് പൂർണ്ണതയിൽ എത്തിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് സംതൃപ്തി നൽകി. നല്ലൊരു ചിത്രം കണ്ട ഒരു ഫീൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഫാമിലി മൊത്ത്, ഒറ്റയ്ക്കല്ല ഫാമിലി മൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെയാണ്. അപ്പോൾ ശരിയാണ്.